ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ അടിപൊളി ഷോർട്ട് കുർത്തീസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എല്ലാം കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് കുർത്തീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇത്രയും ഷോർട്ട് കുർത്തീസ് ഉണ്ട്. എല്ലാം വന്ന് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഷോർട്ട് കുർത്തീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതലും ഷോർട്ട് കുർത്തീസൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. നമ്മൾ സാധാ ജീൻസിന് ടോപ്പൊക്കെ ഇടുന്നതിലും രസമുണ്ട് ഷോർട്ട് കുർത്തീസ്. ആൻഡ് കുറച്ച് വലിയ കമ്മലും കുറച്ച് ബാംഗിൾസൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ രസമുണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് ഷോർട്ട് കുർത്തീസ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മീഷോയിൽ നിന്ന് വാങ്ങിയ എല്ലാം 300 താഴെയാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. വീനെക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. എനിക്ക് ഈ വീനെക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓ, ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഇത് ബാക്കിൽ, കഴുത്തിൻ്റെ ബാക്കിൽ ടൈ ചെയ്യാവുന്ന പോലത്തെയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് വന്നിട്ട് എലാസ്റ്റിക്കാണ്. ആഹാ, ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓർഡർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ബാക്കിൽ എലാസ്റ്റിക് വന്നിട്ട് ഇത് കഴുത്തിൽ ടൈ ചെയ്യാണ് ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തേക്കാവേ. ആൻഡ് വീനൊക്കെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. ഇത് കോട്ടൺ ബ്ലെൻഡാണ്, പ്യുവർ ഒരു എന്താ പറയുക, നമ്മുടെ റയോൺ മെറ്റീരിയൽ അല്ല. കുറച്ച് വ്യത്യാസമുണ്ട് മെറ്റീരിയലിന്. കറക്റ്റ് അറിഞ്ഞൂടെ. കോട്ടൺ ബ്ലെൻഡാണെന്നാണ് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 ആണ് കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, ഇത് ഭയങ്കര രസമുണ്ട്. പിന്നെ സൈഡിലൊരു കുഞ്ഞി സ്ലിറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയലിന്. 249 അല്ലേ റേറ്റ് വരുന്നുള്ളൂ. കൊള്ളാം. ഞാൻ ഇട്ടിട്ട് ഇതിലൊപ്പം അറ്റാച്ച് ചെയ്യാവേ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഒരു ബേസ് കളർ, അല്ലെങ്കിൽ എന്താ, ആക്ച്വലി എന്ത് ഈ കളറിന് എന്ത് പേര് അറിഞ്ഞൂടാ. ഭയങ്കര രസമുള്ളൊരു കളറാണ്. കാണിക്കാം. മൂച്ച പോലെ മുറിയുന്നില്ല. ഇതാണ് കളറ്. ഓറഞ്ച് അല്ല, മെറൂൺ അല്ല, കോഫി കളറല്ല, അങ്ങനത്തെ ഒരു കളർ. ഇതിൻ്റെ എന്താ ഇതിൻ്റെ കളർ കറക്റ്റ് പീച്ചല്ല, പക്ഷെ എന്നാൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കളറാണ് കേട്ടോ. ഇതൊരു ബേസിക് ഒരു ടോപ്പ്, അത്രയേ ഉള്ളൂ. സ്ലീവ്ലെസ് കാരണം എല്ലാം ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം സ്ലീവ്ലെസ് ഷോർട്ട് കുർത്തീസാണ്. ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ടത് അത്രയും എനിക്കിഷ്ടമായില്ല ജനുവലി പറയുകയാണെങ്കിൽ. ഇത് കുറച്ചുകൂടെയും ഒരു കാണാനുണ്ടോ, അതിൻ്റെ മെറ്റീരിയലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. പക്ഷേ മെറ്റീരിയൽ എനിക്ക് അത്രയും ഇഷ്ടമായില്ല. റയോണാണ് മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. ഒരു ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ളൊരു റൗണ്ട് നെക്ക് ആൻഡ് സ്ലീവ്ലെസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും സെയിം ചെറിയൊരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിത്
ഞാൻ ഉദ്ദേശിച്ചത്ര ഭംഗി എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഇട്ട് കഴിഞ്ഞാൽ ചില ഡ്രസ്സ് നമ്മൾ കാണുന്ന പോലെയല്ല, ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. എൻ്റെ റേറ്റ് വന്നിട്ട് 242 ആണ്. ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ഇത് ലാർജാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മീഡിയം ലാർജും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് സൈസ് എല്ലാത്തിൻ്റെയും. ഇത് ഞാൻ ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഒരു മെറൂൺ കളറാണ് കേട്ടോ അടുത്തതെന്ന് പറയാനായിട്ട്. ഇതിൻ്റെ ലൈക്ക് ഒരു വള്ളി പോലത്തെയാണ് സ്ലീവ് വരുന്നത്. ഇങ്ങനെ ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് പ്രിൻ്റഡ് അവൻ്റെ ഫ്ലവറിൻ്റെ ഒക്കെ പ്രിൻ്റ് വരുന്ന റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 232 ആണ്. ഇതൊരു മെറൂൺ കളറാണ്. ഞാൻ ഇതിൻ്റെ ഇട്ടിട്ട് വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം. മെറൂൺ കളറിൽ വന്നിട്ട് ഒരു ഇത് കൊള്ളാം, എനിക്ക് രസം. എങ്ങനെ ക്യൂട്ടി അങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ് എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും തന്നെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇപ്പം ഇതാണ് നമ്മുടെ തേർഡ് വൺ. ഓക്കെ, അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന കുറച്ച് പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്ന കുർത്തയാണ്. ഇതെനിക്ക് ഫോട്ടോയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ, ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ടോപ്പാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പാറ്റേണും ഇതിൻ്റെ ബാക്കിൽ ബട്ടൺ വന്നിരിക്കുന്നത്, നെക്കിൻ്റെ ബാക്കിലൊരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് ഹൈ നെക്കാണ് കേട്ടോ വരുന്നത്, ഹൈ നെക്കാണ് വരുന്നത്. ആൻഡ് സ്ലീവ്ലെസ്. ഓക്കെ, ഇത് രസമുണ്ട്, എനിക്കിഷ്ടമായി. ആൻഡ് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്ന് 217 ഉള്ളൂ കേട്ടോ. 217 ആണ്. നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട് അത്. ഓക്കെ, ഭയങ്കര രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. റയോൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. റയോൺ ആണ് ഫാബ്രിക് എങ്കിലും ഇതിന് കുറച്ച് കട്ടിയുണ്ട്. എന്താണോ, എല്ലാ റയോണും വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് നമ്മുടെ ബാക്ക് മറിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ഒരു ലെങ്ത്തിലാണ് കേട്ടോ എല്ലാം ഷോർട്ട് കുർത്തീസിൻ്റെയും. ജീൻസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ടോപ്പിന് ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട് ഇടാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ കുറേ പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാം. അതുപോലെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യുകയും പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഈ ഷോർട്ട് കുർത്തീസ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കുകയും ചെയ്യും, എന്നാൽ ജീൻസിൻ്റെ ഒപ്പം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പെയർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഷോർട്ട് കുർത്തീസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 217 ഉള്ളൂ ഇതിൻ്റെ റേറ്റെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി അടുത്തെന്ന് പറയാൻ എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിങ്ക് അല്ല, ഒരു മെറൂൺ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അങ്ങനെ ഒരു കോംബോ ആയിട്ടുണ്ട് എല്ലാം വന്നപ്പോഴും. കൂടുതൽ ആ ഒരു കളറിലാണ്. പിന്നെ ബ്ലൂ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് കൂടുതലും. അപ്പോൾ എപ്പോഴും ഞാൻ ബ്ലൂ ആണ് എൻ്റെ എല്ലാ ഡ്രസ്സും
ഏകദേശം നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സുകളായിരിക്കും എനിക്ക് കൂടുതൽ. എനിക്കിഷ്ടമാണ് ബ്ലൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി പിടിക്കാൻ നോക്കിയതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ എല്ലാം റെഡ് ആയിട്ടുണ്ട്. ഒരു റെഡ് മെറൂൺ അങ്ങനത്തെ ഒരു ഷെയ്ഡിലെല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു റെഡാണ് കേട്ടോ. ഇതും ടൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ലീവ് പറഞ്ഞാൽ ടൈ ചെയ്യാനുള്ളതാണ്. ഇതിങ്ങനെയൊക്കെ വന്നിട്ട് ടൈ ചെയ്യാനാണ്. ആൻഡ് ഇങ്ങനത്തെ റൗണ്ട് നെക്കാണ് വരുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. വെറുതെ എല്ലാം കട്ട് ചെയ്ത് തോന്നിയത്. ഇത് കോട്ടൺ ആണ്. ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് കുർത്തീസാണ്. ഇതിൻ്റെ സ്ലീവ്സ് ടൈ ചെയ്യാനാണ് കേട്ടോ അത്. ഇതുപോലെ. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 205, 205 രൂപയുള്ളൂ. നല്ല രസമുണ്ട്. ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എടുത്തത് ലാർജ് എടുത്തിരുന്നു. ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. ടൈ ചെയ്ത് രസമുണ്ടാവും. ഇതാണ് ഒരു ബ്ലൂ ജീൻസിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ ഒരു ഇതുപോലെ ഒരു മെറൂൺ കളറാണ് കേട്ടോ. മെറൂൺ, കുറച്ച് ഡീപ്പ് മെറൂൺ, അല്ലെങ്കിൽ എന്താ ഒരു ഓറഞ്ച് ഒരു കളറ് വരുന്നുണ്ട്. ഡീപ്പ് മെറൂൺ എന്ന് പറയാം. ഒരു ബാക്കൊക്കെ നല്ല രീതിക്ക് വൈഡായിട്ടുള്ള ഒരു അത്രയും രസമായിട്ടുള്ളൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. ഇത് കണ്ട് ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. നല്ല രീതിക്ക് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ടൈ ചെയ്യാൻ എന്താ വള്ളിയൊക്കെ ഉണ്ട്. ഒരു വൈഡ് ഫ്രണ്ടും ഒരു വൈഡായിട്ടുള്ള റൗണ്ടൊക്കെ വന്നെ. ഇതിൻ്റെ ബാക്കാണ് ഹൈലൈറ്റ്. ബാക്ക് നല്ല രീതിക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന, കുറച്ച് രസമായിട്ട് സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. പ്രിൻറ്റഡ് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നിട്ട് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇത് രസമുണ്ട്. ഇതിൻ്റെ ബാക്കാണ് ഹൈലൈറ്റ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് സൈസ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതെനിക്ക് വാങ്ങിയിട്ട് ഇത് ഞാൻ ആക്ച്വലി ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ബാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ നമ്മളെന്താണ് ബാക്ക്ലെസ് അല്ലെങ്കിൽ എന്താണ് ബ്രായൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കറക്റ്റ് സൈസ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അത് അത്യാവശ്യം കയറി നിൽക്കുന്നതാണ്. ഇത് കുറച്ച് ലൂസാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇറങ്ങി കിടക്കണത്. അപ്പോൾ കറക്റ്റ് സൈസ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ഞാൻ ലാർജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീഡിയം മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ ഇതാണ് വൈഡാട്ടോ, നല്ല വൈഡാണ് നെക്കൊക്കെ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്ന് 232 ആണ് കേട്ടോ. വിസ്കോസ് റയോൺ അങ്ങനെയാണോ ഇതിനെ പറ്റി എനിക്കറിയില്ല കേട്ടോ. റയോൺ ആണ് ഫാബ്രിക് എന്തായാലും വരുന്നത്. ആൻഡ് ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. രസമുണ്ട്. കറക്റ്റ് സൈസിൽ എടുത്താൽ മതി കേട്ടോ. കറക്റ്റ് സൈസിൽ എടുത്താൽ മതി. അന്നേരമാണ് ആ ബാക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. ഭയങ്കര സ്റ്റൈലായിട്ട് നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഒരുങ്ങി പോകാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ബ്ലൂ തന്നെയാണ് എടുത്തേക്കുന്നത്. നൈസ്, ഇതെനിക്കിഷ്ടമായി. എന്താണെന്നറിയാം, എനിക്ക് ബ്ലൂവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആർത്തിയാണ്. ബ്ലൂ കാണുമ്പോഴേ ഞാൻ ചാടി എടുക്കും. ഓ, ഇതിൻ്റെ ഇങ്ങനെ ഒരു നെക്കാണ് വരുന്നത്. ഇത് കാണുന്നുണ്ട്, ഒരു പാറ്റേൺ കാണുന്നു. ഇത് ബ്ലൂ കളറാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് റെഡ് കളറിൽ പ്രിൻ്റ്, ഒരു ഫ്ലവേഴ്സിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ പോലെ പ്രിൻ്റ് വന്നിട്ട്
ഇതാ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഇതും ഫാബ്രിക് റയോൺ ആണ്. ആൻഡ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയാമോ? ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 176, അത്രേ റേറ്റേ ഉള്ളൂ ഇതിന്. ആൻഡ് ബട്ട് നോക്കുമ്പം എനിക്കിപ്പോൾ കണ്ടതിൽ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷോർട്ട് കുർത്തി. വാവ്, നല്ല രസമുണ്ട്. ഈ പ്രിൻറ്റും ഈ ഒരു കളറൊക്കെ വന്നിട്ട് ഇത് ബ്ലൂ, നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ഇൻഡിഗോ കളർ, ആ ഒരു കളർ പറയാൻ തോന്നുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് ഇത്, എനിക്കിഷ്ടമായി. ഇതിൻ്റെ നെക്കും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് നല്ല ഭയങ്കര രസമായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇതാ ഇതിനും സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റയോൺ ആണ് മെറ്റീരിയൽ. 176 ഉള്ളൂ. ആ റേറ്റിന് ഇത് അടിപൊളിയാണ്. 176 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാൻ നോക്കിയാലും 176 കിട്ടില്ലല്ലോ. ഭയങ്കര രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. യെസ്, റയോൺ ആണ് ഫാബ്രിക് പറയണേ. ബട്ട് റയോൺ പോലെയല്ല, കുറച്ചുകൂടെ കട്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ്. യെസ്, പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടത്. ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഇവിടെയൊക്കെ ആൻഡ് ഇവിടെ സ്ലീവിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, രസമുണ്ട്, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഓക്കെ, 176 റുപ്പീസിന് ഇത് ഭയങ്കര അഫോർഡബിളാണ്. അഫോർഡബിൾ അല്ല, ഭയങ്കര വെർത്താണ്. കാരണം നല്ല മെറ്റീരിയലാണ് ആൻഡ് രസമുണ്ട്. ഭയങ്കര രസമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായി. യെസ്, അപ്പോൾ എൻ്റെ ഫേവറേറ്റിൽ ആ ബ്ലൂവിൻ്റെ ഒപ്പം ഈ ബ്ലൂവും ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു 5, 6, 7 എത്ര ഉണ്ടായിരുന്നു? 1, 2, 3, 4, ഒന്നുമില്ല, എൻ്റെ ഫോൺ ചാടിയതാണ്. 6, 1, 2, 3, 4, 5, 6. ഓരോന്നിനെ കാണാനില്ല ഗൈസ്, ഞാൻ കാണിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, വാട്ടെവർ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഷോർട്ട് കുർത്തീസ്. ഇത്രയുമാണ് നമ്മുടെ ഷോർട്ട് കുർത്തീസ്. ഭയങ്കര ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കുർത്തീസാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് ഭയങ്കര സ്റ്റൈലായിട്ട് ഒരു ജീൻസ് ആൻഡ് ക്രോപ്പ് ടോപ്പിനൊക്കെ പകരമായിട്ട് കുറച്ച് അടിപൊളി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കുർത്തീസാണ് കേട്ടോ ഇതെല്ലാം. ഭയങ്കര അഫോർഡബിൾ ആണെന്നുള്ളതാണ്. അതും ആ ഒരു റേറ്റ് ബിലോ 300 ആണ് ഫുൾ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്, നല്ല കട്ടിയുള്ള തിക്ക് മെറ്റീരിയൽ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബ്ലൂ കളറിനോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതാ ഈ ഒരു കുർത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഇതിൻ്റെ അറ്റാച്ച് ചെയ്തേക്കാട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എനിക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചില ഡ്രസ്സുകൾ ഇഷ്ടപ്പെടില്ലേ. ഇനിയിപ്പം എൻ്റെ ഫേവറേറ്റ് ഇതിൽ നിന്ന് വേറെ ഏതെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ, എനിക്ക് ഇട്ട് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.